കേരളത്തിലെ റെയിൽ യാത്രക്കാർക്ക് സന്തോഷ വാർത്ത. അതിവേഗ യാത്രയ്ക്ക് വഴിയൊരുക്കുന്ന വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിനുകളുടെ എണ്ണം സംസ്ഥാനത്ത് ഉടൻ 6 ആയി ഉയർന്നേക്കും. നിലവിൽ 2 വന്ദേ ഭാരത് ട്രെയിനുകൾ കേരളത്തിൽ സർവീസ് നടത്തുമ്പോൾ പുതിയ 4 സർവീസുകൾക്കുള്ള ശുപാർശ ദക്ഷിണ റെയിൽവേ പരിഗണിക്കുകയാണ്. ഇതിൽ ബംഗളൂരുവിലേക്കുള്ള വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനും ഉൾപ്പെടുന്നു. ഈ വാർത്ത കേരളത്തിലെ യാത്രാ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താനും പ്രത്യേകിച്ച് വടക്കൻ, മധ്യ, തെക്കൻ ജില്ലകളിലെ യാത്രക്കാർക്ക് കൂടുതൽ അവസരങ്ങൾ നൽകാനും ഉപകരിക്കും. നിലവിൽ കേരളത്തിൽ 2 വന്ദേ ഭാരത് ട്രെയിനുകൾ പ്രവർത്തിക്കുന്നുണ്ട്. 2023 ഏപ്രിൽ 25-ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്ലാഗ് ഓഫ് ചെയ്ത തിരുവനന്തപുരം കാസർഗോഡ് ട്രെയിൻ കേരളത്തിന്റെ ആദ്യ വന്ദേ ഭാരത് എക്സ്പ്രസ് ആണ്. തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, എറണാകുളം, തൃശൂർ, ഷൊർണൂർ, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് തുടങ്ങിയ സ്റ്റേഷനുകളിൽ സ്റ്റോപ്പുണ്ട്. ഈ ട്രെയിൻ ഏകദേശം 8 മണിക്കൂർ 11 മിനിറ്റിനുള്ളിൽ 501 കിലോമീറ്റർ ദൂരം പിന്നിടുന്നു. രണ്ടാമത്തേത് 2023 ഡിസംബർ 30-ന് ആരംഭിച്ച തിരുവനന്തപുരം മംഗലാപുരം വന്ദേ ഭാരത് എക്സ്പ്രസ് ആണ്. തിരുവനന്തപുരത്ത് നിന്ന് മംഗലാപുരം വരെ 614 കിലോമീറ്റർ ദൂരം 8 മണിക്കൂർ 50 മിനിറ്റിനുള്ളിൽ ഈ ട്രെയിൻ പിന്നിടുന്നു. ഈ 2 ട്രെയിനുകളും രാജ്യത്തെ മറ്റ് വന്ദേ ഭാരത് ട്രെയിനുകളെ അപേക്ഷിച്ച് ഉയർന്ന ഒക്യുപ്പൻസി റേറ്റ്, അതായത് 90% മുകളിൽ നേടിയിട്ടുണ്ട്. ഇത് കേരളത്തിലെ വന്ദേ ഭാരത് ട്രെയിനുകളുടെ ജനപ്രീതിയും ആവശ്യകതയും വ്യക്തമാക്കുന്നു. ദക്ഷിണ റെയിൽവേ ജനറൽ മാനേജർ പാലക്കാട്, തിരുവനന്തപുരം ഡിവിഷനുകളിലെ എംപിമാരുമായി നടത്തിയ യോഗത്തിലാണ് പുതിയ വന്ദേ ഭാരത് സർവീസുകളെ കുറിച്ചുള്ള ശുപാർശകൾ ചർച്ച ചെയ്തത്. പരിഗണിക്കുന്ന പുതിയ റൂട്ടുകൾ ഇവയാണെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. തിരുവനന്തപുരം ബംഗളൂരു വന്ദേ ഭാരത് സ്ലീപ്പർ. കേരളത്തിന്റെ ദീർഘകാല ആവശ്യമായ തിരുവനന്തപുരം ബംഗളൂരു വന്ദേ ഭാരത് സ്ലീപ്പർ ആരംഭിക്കാനുള്ള നടപടികൾ റെയിൽവേ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഈ ട്രെയിൻ ദക്ഷിണ റെയിൽവേയുടെ ആദ്യ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ ആയിരിക്കും. രാത്രി യാത്രകൾക്ക് അനുയോജ്യമായ സ്ലീപ്പർ കോച്ചുകൾ ഈ ട്രെയിനിന്റെ പ്രത്യേകതയാണ്. നേരത്തെ എറണാകുളം ബംഗളൂരു റൂട്ടിൽ ഒരു സ്പെഷ്യൽ വന്ദേ ഭാരത് സർവീസ് നടത്തിയിട്ടുണ്ടെങ്കിലും അത് സ്ഥിരപ്പെടുത്തിയിരുന്നില്ല. എന്നാൽ ഇത്തവണ തിരുവനന്തപുരത്ത് നിന്ന് ബംഗളൂരുവിലേക്ക് സ്ഥിരമായ സർവീസാണ് ശുപാർശ ചെയ്തിരിക്കുന്നത്. കൊടിക്കുന്നിൽ സുരേഷ് MP ഈ ആവശ്യം റെയിൽവേ മന്ത്രിക്ക് മുന്നിൽ ശക്തമായി ഉന്നയിച്ചിട്ടുണ്ട്. അടുത്തത് ഗോവ മംഗലാപുരം വന്ദേ ഭാരത് കോഴിക്കോട് വരെ നീട്ടും. നിലവിൽ ഗോവയിലെ മഡ്ഗാവ് മംഗലാപുരം റൂട്ടിൽ ഓടുന്ന വന്ദേ ഭാരത് ട്രെയിൻ കോഴിക്കോട് വരെ നീട്ടാനാണ് ശുപാർശ. ഈ നീട്ടൽ വടക്കൻ കേരളത്തിലെ യാത്രക്കാർക്ക്, പ്രത്യേകിച്ച് കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലുള്ളവർക്ക് വളരെ ആശ്വാസമാകും. കാസർഗോഡ് MP രാജ്മോഹൻ ഉണ്ണിത്താൻ, വടകര MP ഷാഫി പറമ്പിൽ എന്നിവർ ഈ ആവശ്യം ശക്തമായി ഉന്നയിച്ചിട്ടുണ്ട്. ഈ ട്രെയിൻ പകൽ സമയത്ത് കോഴിക്കോട് വരെ എത്തുന്നത് നടപ്പിലാക്കുന്നതിലൂടെ വടക്കൻ കേരളത്തിലെ യാത്രാ ദുരിതത്തിന് ഒരു പരിധിവരെ പരിഹാരമാകും. മൂന്നാമതായി കോയമ്പത്തൂർ മംഗലാപുരം വന്ദേ ഭാരത്. പുതിയതായി ഒരു വന്ദേ ഭാരത് ട്രെയിൻ കോയമ്പത്തൂർ മംഗലാപുരം റൂട്ടിൽ ആരംഭിക്കാനുള്ള ഫീസിബിലിറ്റി പഠനം റെയിൽവേ നടത്തുന്നുണ്ട്. ഈ റൂട്ട് വടക്കൻ കേരളത്തിലെ യാത്രക്കാർക്ക് തമിഴ്നാട്ടിലെ പ്രമുഖ വ്യവസായ വാണിജ്യ കേന്ദ്രമായ കോയമ്പത്തൂരുമായി കൂടുതൽ എളുപ്പത്തിൽ ബന്ധിപ്പിക്കും. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് തുടങ്ങിയ സ്റ്റേഷനുകൾ ഈ റൂട്ടിൽ ഉൾപ്പെടുത്താനാണ് സാധ്യത. ഒപ്പം പാലക്കാട്, തിരുവനന്തപുരം വന്ദേ ഭാരത്. പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ പിറ്റ് ലൈൻ, അതായത് ട്രെയിനുകളുടെ അറ്റകുറ്റപ്പണികൾക്കുള്ള സൗകര്യത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കുന്നതോടെ പാലക്കാട് തിരുവനന്തപുരം റൂട്ടിൽ വന്ദേ ഭാരത് ആരംഭിക്കാൻ റെയിൽവേ പദ്ധതിയിടുന്നുണ്ട്. ഈ ട്രെയിൻ മധ്യ കേരളത്തിലെയും തെക്കൻ കേരളത്തിലെയും യാത്രക്കാർക്ക് വലിയ പ്രയോജനം നൽകും. ഈ ട്രെയിനിന്റെ റൂട്ട് കോട്ടയം വഴിയാകുമോ ആലപ്പുഴ വഴിയാകുമോ എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടതുണ്ട്. ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ ഉടൻ പ്രതീക്ഷിക്കാം. പാലക്കാട് MP VK ശ്രീകണ്ഠൻ ഈ ആവശ്യം ശക്തമായി ഉന്നയിച്ചിട്ടുണ്ട്. ഇതിനൊപ്പം കേരളത്തിന്റെ പ്രധാന റെയിൽവേ ആവശ്യങ്ങളും പരിഗണിക്കപ്പെടേണ്ടതാണ്. അതിൽ പ്രധാനം വടക്കൻ കേരളത്തിന്റെ യാത്രാ ദുരിതത്തിന് അടിയന്തര പരിഹാരം കാണണം എന്നതാണ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ യാത്രക്കാർക്ക് അന്തർ സംസ്ഥാന യാത്രകൾക്ക് കൂടുതൽ ട്രെയിനുകൾ ആവശ്യമാണ്. ഗോവ മംഗലാപുരം വന്ദേ ഭാരത് കോഴിക്കോട് വരെ നീട്ടുന്നതും കോയമ്പത്തൂർ മംഗലാപുരം റൂട്ടിൽ പുതിയ ട്രെയിൻ ആരംഭിക്കുന്നതും ഈ പ്രശ്നത്തിന് പരിഹാരമാകും. ഒപ്പം പാലക്കാട്, തിരുവനന്തപുരം വന്ദേ ഭാരത് മധ്യ കേരളത്തിലെ എറണാകുളം, കോട്ടയം, ആലപ്പുഴ ജില്ലകളിലെ യാത്രക്കാർക്ക് തലസ്ഥാനവുമായി എളുപ്പത്തിൽ ബന്ധിപ്പിക്കും. ബംഗളൂരുവിലേക്കുള്ള യാത്രാ ആവശ്യം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ സ്ലീപ്പർ ട്രെയിൻ IT ജീവനക്കാർ, വിദ്യാർത്ഥികൾ, വിനോദസഞ്ചാരികൾ എന്നിവർക്ക് കൂടുതൽ പ്രയോജനം നൽകും. നിലവിൽ കർണാടകയിൽ 10 വന്ദേ ഭാരത് ട്രെയിനുകൾ സർവീസ് നടത്തുന്നുണ്ട്. 11ാമതൊരെണ്ണം പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. തമിഴ്നാടിന് നിലവിൽ 8 വന്ദേ ഭാരത് ട്രെയിനുകളുണ്ട്.
അതേസമയം കേരളത്തിൽ നിലവിൽ 2 വന്ദേ ഭാരത് ട്രെയിനുകൾ മാത്രമാണുള്ളത്. നമ്മളിപ്പോൾ സംസാരിച്ച 4 പുതിയ സർവീസുകൾ പരിഗണനയിലുണ്ട് എന്നത് പ്രതീക്ഷ നൽകുന്നതാണ്. കേരളത്തിന്റെ വന്ദേ ഭാരത് എണ്ണം 6 ഉയരുന്നതോടെ സംസ്ഥാനത്തിന്റെ റെയിൽവേ കണക്ടിവിറ്റി ഗണ്യമായി മെച്ചപ്പെടും. വന്ദേ ഭാരത് ട്രെയിനുകളുടെ പ്രത്യേകതകൾ നോക്കാം. മണിക്കൂറിൽ 160 കിലോമീറ്റർ വരെ വേഗതയിൽ പോകുന്ന AC, ചെയർ കാർ, എക്സിക്യൂട്ടീവ് ക്ലാസ്, ഓട്ടോമാറ്റിക് ഡോറുകൾ, വൈഫൈ, GPS അധിഷ്ഠിത വിവര സംവിധാനം എല്ലാം ഉള്ള വന്ദേ ഭാരത് ദീർഘദൂര യാത്രകൾക്ക് കൂടുതലായി പരിഗണിക്കപ്പെടുന്നു. രാത്രി യാത്രകൾക്ക് അനുയോജ്യമായ സൗകര്യങ്ങൾ, കിടക്കകൾ, കൂടുതൽ സുഖപ്രദമായ യാത്ര എന്നിവയാണ് സ്ലീപ്പർ വന്ദേ ഭാരത് ട്രെയിനുകളുടെ പ്രത്യേകത. ഒപ്പം പരിസ്ഥിതി സൗഹൃദവും കുറഞ്ഞ കാർബൺ പുറന്തള്ളൽ, ഊർജ്ജക്ഷമത എന്നിവയാണ് അത്. ഇനി ആവശ്യങ്ങൾക്കൊപ്പമുള്ള വെല്ലുവിളികൾ എന്തൊക്കെയാണെന്ന് കൂടി നോക്കാം. പാലക്കാട് റെയിൽവേ സ്റ്റേഷനിലെ പിറ്റ് ലൈൻ നിർമ്മാണം പൂർത്തിയാക്കേണ്ടത് പാലക്കാട് തിരുവനന്തപുരം വന്ദേ ഭാരതിന്റെ ആരംഭത്തിന് നിർണായകമാണ്. പാലക്കാട് തിരുവനന്തപുരം റൂട്ട് കോട്ടയം വഴിയോ ആലപ്പുഴ വഴിയോ എന്നതും തീരുമാനിക്കേണ്ടതുണ്ട്. ബംഗളൂരു, കോയമ്പത്തൂർ, ഗോവ എന്നിവിടങ്ങളിലേക്കുള്ള റൂട്ടുകൾക്ക് കർണാടക, തമിഴ്നാട്, ഗോവ എന്നീ സംസ്ഥാനങ്ങളുടെ ഏകോപനം ആവശ്യമാണ്. കേരളത്തിലെ വന്ദേ ഭാരത് ട്രെയിനുകളുടെ എണ്ണം 6 ഉയരുന്നതോടെ സംസ്ഥാനത്തിന്റെ റെയിൽവേ കണക്ടിവിറ്റിയിൽ വലിയ മാറ്റം വരും. വടക്കൻ, മധ്യ, തെക്കൻ കേരളത്തിലെ യാത്രക്കാർക്ക് വേഗമേറിയതും സുഖകരവുമായ യാത്രാ സൗകര്യങ്ങൾ ലഭിക്കും. ബംഗളൂരു സ്ലീപ്പർ ട്രെയിൻ കോയമ്പത്തൂർ, മംഗലാപുരം, ഗോവ, കോഴിക്കോട്, പാലക്കാട്, തിരുവനന്തപുരം റൂട്ടുകൾ എന്നിവ നടപ്പിലാക്കുന്നതിലൂടെ കേരളത്തിന്റെ റെയിൽവേ മേഖലയിൽ ഒരു പുതിയ അധ്യായം തുടങ്ങും.